എടാ ഇത് ഞാനാ പപ്പൻ. എന്താടാ? ആകെ പ്രശ്നമാടാ. നീ സ്ഥലത്തിലെന്നറിഞ്ഞ് സദാനന്ദ മുതലാളി എന്റെ അടുത്ത് വന്ന് ബഹളം വെച്ചു. കാശ് ഉടനെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോടൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കുമെന്ന് അങ്ങനെ പറയുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. നീ കാശിന് വേണ്ടിയാ പോയിരിക്കുന്നതെന്നും ഉടനെ എത്തുമെന്നൊക്കെ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു പറഞ്ഞു. അതുകൊണ്ടൊന്നും മുതലാളി സമ്മതിക്കുന്നില്ല. അതിരിക്കട്ടെ, നീ വലിയേട്ടനെ കണ്ടോ? കണ്ടു. പക്ഷെ അത് നടക്കില്ലടാ. ഞാൻ തിരികെ പോരുക. നീ എന്താ ഈ പറയണേ? അപ്പൊ കാശ് കിട്ടില്ലെന്നാണോ? കിട്ടും. അയാൾക്കൊപ്പം കൂടിയാ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. പക്ഷെ അതൊന്നും നേരായ വഴിക്കുള്ളതല്ലടാ. മനസാക്ഷിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വയ്യ. എടാ, നാടോടുമ്പോ നടുവേ ഓടണം. മനസാക്ഷി സത്യവും നീതിയൊന്നും അല്ല. ഇപ്പൊ വലുത് 10 ലക്ഷം രൂപയാ. കാശില്ലെന്നറിഞ്ഞ മുതലാളി കേസ് കൊടുക്കും. നീ അറസ്റ്റിലാവും. കള്ളൻ എന്ന പേര് വീഴും. പിന്നെ നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളുടെ കല്യാണം വരെ മുടങ്ങും. അങ്ങനെ വന്ന അമ്മയുടെ അവസ്ഥ. അല്ല, വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശും കൊണ്ട് വന്നേ പറ്റൂ. ഉണ്ട്, ആ കൊടുക്കാം. ഹലോ ഹലോ ദത്തൻ സാറേ, ഇത് സേതുവാണേ. ഞാനൊരു 3 ലക്ഷം രാജയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഈ മാസം എന്താണ് ഒരു കുറവ്? എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് ഒരു 10 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയാൽ ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെന്താ? ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വച്ചേക്കല്ലേ. അതിപ്പോ കടയിൽ മാത്രമല്ല, വീട്ടിലും അത് തന്നെ. സെക്യൂരിറ്റി, അലാറം, ക്യാമറ. ഓ, കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ പോലീസിൽ ചില സത്യസന്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഈസ്റ്റ് CI വല്ലാത്ത ശല്യമാ. ഒന്ന് നോട്ട് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ പുതിയ CI വരും. സത്യം. എടാ, പുതിയൊരു CI വരുന്നു. എന്തു പറ്റി? CI വരുന്നു പറഞ്ഞിട്ട് ഓടാൻ പറഞ്ഞതല്ല, പുതിയൊരു CI ഇവിടെ ചാർജ് എടുക്കുന്നു. അത് നമ്മുടെ ആളാണോ? ചുള്ളിക്കാത്തു. മുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വല്യേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. എന്താ? ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ. അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ, നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ റോഡ് വേല വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോക്കോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയും. പറിക്കാം. പിടിച്ച് പറിക്കാം വല്യേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA, കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ, കുഞ്ഞപ്പൻ, സുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ
ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ ഓർക്കരുത്, മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ദാ, ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. ആ ദാ മിസ് കോള് വന്നു. ട്രെയിനറാ. ട്രെയിനറോ? ആ, മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. തസ്കര ദേവതേ കുറിക്കണേ. ഗുഡ് മോർണിംഗ് എവരിബഡി. വൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ കണ്ടുപിട്ടി. മിസ്റ്റർ സേതു, ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. താങ്ക്സ് ഗോഡ്. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ശ്രദ്ധ അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ളന്മാർ 3 തരമുണ്ട്. ജന്മനാ കള്ളന്മാരാവുന്നവർ, സാഹചര്യം കൊണ്ട് കള്ളന്മാരാവുന്നവർ, കള്ളത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടവർ. ജന്മനാ കള്ളൻ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന്, സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് എന്താടാ വൈകിയത്? കുട്ടി അപ്പൂപ്പൻ ചത്തുപോയി, അമ്മാവൻ ആശുപത്രിയിലാണ്. ഈ ഞാൻ തന്നെ എന്റെ അപ്പൂപ്പൻ ഒരു 25 പ്രാവശ്യം കൊന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളന്മാരാവുന്നവരാണ് അധികവും. നിന്നെ പോലെ അവർക്കാണ് പരിശീലനം വേണ്ടത്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ. ഒരു കള്ളൻ എപ്പോഴും പ്രസന്നവദനായിരിക്കണം. ടി വിയിൽ കണ്ടിട്ടില്ലേ, തീഹാർ ജയിലിലേക്കുള്ള ചില VIP-കള് മുഖത്ത് എപ്പോഴും ഒടുക്കത്തെ ചിരിയായിരിക്കുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സഹയാത്രികരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അവനിരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവസാനം ഫ്രൂട്ടിയിൽ മയക്കുമരുന്ന് എടുത്ത് കാശടിച്ചു മാറ്റണം. ഞാൻ എടുക്കാം. അയ്യോ, എന്റെ പേഴ്സ് എവിടെ? ജെട്ടി. ജെട്ടിയാ? ആ, ബോട്ട് ജെട്ടി. ഭയങ്കരം തന്നെ കേട്ടോ. ഇതെങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം. സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. PT ഉഷയെ പോലെ ഓടാനും ചാടാനും അറിഞ്ഞിരിക്കണം. അയ്യോ, പോക്കറ്റ് അടിക്കുന്നു. വണ്ടി എടുത്തടാ, വണ്ടി എടുത്താ. വേണ്ട സാർ, വേണ്ട. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ്. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം വണ്ടിയാ, MTC, മൂവിംഗ് ട്രെയിനിങ് കോളേജ്. ഞങ്ങളവിടുത്തെ PG സ്റ്റുഡൻസാ. എന്നിട്ടൊരു പോക്കറ്റ് അടിക്കാൻ അറിയില്ലടാ നമുക്ക്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, കൈ കണ്ണാകണം, കണ്ണ് മനസ്സാകണം. നോക്ക്, പോക്കറ്റ് അടിക്കും മുമ്പ് നിന്റെ തന്നെ ഒരു 50 രൂപ നോട്ട് ബസിന്റെ ഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് അയ്യോ എന്റെ കാശ് പോയി എന്ന് പറയണം. അപ്പൊ ചിലരുടെയൊക്കെ ശ്രദ്ധ അവിടേക്കാവും. ആ സ്പോട്ടിൽ അടിച്ചു മാറ്റി നടക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. പേടി പുറത്തു നിൽക്കുമ്പോഴാ. മീൻ പിടുത്തക്കാരന് മീനിനെ പേടിക്കണോ, പെണ്ണുപിടുത്തക്കാരന് പെണ്ണിനെ പേടിക്കണോ? അകത്തിറങ്ങണം, അപ്പൊ പേടി മാറും. അപ്പൊ റൈറ്റ്, ഐശ്വര്യമായിട്ട് നമുക്ക് പരിശീലനം തുടങ്ങാം. വരൂ. അനുഗ്രഹിക്കണം. ശ്രമിക്കാം. എന്തു പറ്റിയടോ? ഒരു പൂച്ച വട്ടം ചാടി. അയ്യോ, കുഴപ്പമില്ല. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം പൂച്ച വട്ടം ചാടുന്നത് ശുഭലക്ഷണ. അതെയോ? ആ മാർഗ വിഘ്നസ്യേ തസ്കരേ ശുഭലക്ഷണേ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? അത് മതി.